watching India's first NGO television, Malanadu TV India. നമസ്കാരം, പോളിലേക്ക് സ്വാഗതം. മലനാട് ടിവിയുടെ പോഡ്കാസ്റ്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ കൊച്ചിയുടെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ യുവാക്കളുടെ ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡൻറ്റ്, അതിനപ്പുറം ചിന്തിക്കുകയാണെങ്കിൽ യുവ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇന്ന് നമ്മളുടെ കേരളത്തിലെ തിളങ്ങുന്ന ഐക്കണായി മാറിക്കൊണ്ടിരിക്കുന്ന കുന്നത്നാട് MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ സാറാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല, ഞങ്ങളിവിടെ വന്നതിന് ശേഷം അറിഞ്ഞതും കുറേയധികം ഏരിയകൾ ഇനി പറയാറുണ്ട് അല്ലേ. രാഷ്ട്രീയം മാത്രമല്ല, ശരിക്കും സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നൊരു പ്ലെയറായിരുന്നു, ഫുട്ബോൾ പ്ലെയറായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പോർട്സ് കൗൺസിൽ ആ ഒരു പ്രസിഡന്റ് സ്ഥാനം, നാഷണൽ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗം ഒക്കെ നമുക്ക് നമ്മളിലേക്ക് എത്തുമ്പം ആ മേഖലയ്ക്ക് ഒത്തിരി സംഭാവന ചെയ്യാനുണ്ട്. അതുകൂടാതെയാണ് കുന്നത്നാടിനെ സംബന്ധിച്ചിട്ടൊരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിലേക്ക് പോകുന്നത്. അപ്പം യുവ രാഷ്ട്രീയ പ്രവർത്തകന്മാരിൽ ഏറ്റവും തിളക്കമേറിയത് ഞാൻ പറയാൻ കാരണം, കുന്നത്നാട് എസ്പെഷ്യലി ഇന്ന് വാർത്താ പ്രാധാന്യം നേടിയ ഒരു മണ്ഡലം കൂടിയാണ്. ഒരുപാട് മാറ്റങ്ങൾ കുന്നത്നാടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ലാതെ നമുക്ക് എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത്, ഇല്ലേ. ഇപ്പം നമ്മൾ ചിത്രീകരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കൊച്ചി നഗരത്തിനുള്ളിൽ ഒരു വലിയ വനത്തിനുള്ളിലേക്ക് കയറിയതല്ലോ പ്രതീതിയാണ്. എല്ലാ വിധത്തിലുള്ള വനത്തിൽ കാണുന്ന മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വീടിന് ചുറ്റും ഒരു ജലാശയം ഒരുക്കിയിട്ടുണ്ട്. ഒരു എക്കോ ഫ്രണ്ട്ലി ഹാബിറ്റാറ്റ് ഒരുക്കിക്കൊണ്ട് അതിൽ ജീവിക്കുന്നു. പ്രകൃതി സ്നേഹിയാണ്. തീർച്ചയായിട്ടും. ശരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ പോയിട്ട് തിരിച്ചു വരാം. ഈ രാഷ്ട്രീയം, സ്പോർട്സ്, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വനത്ത് കാട് കയറിയതെന്നാണ്. കാട് കയറിയത് നേരത്തെ നമ്മൾ പ്രകൃതിയോടും ഒക്കെ സ്നേഹമുള്ളൊരു സ്വഭാവമായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ, സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്തരം നേച്ചർ ക്ലബ്ബുകളൊക്കെ വളരെ സജീവമായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും പ്രകൃതിയിലേക്ക് മടങ്ങണം. അത് ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ആ ഒരു പീസ് ഓഫ് മൈൻഡ് ക്ഷേത്രങ്ങളെക്കാളും അല്ലേ, ദേവാലയങ്ങളെക്കാളും കൂടുതൽ പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത് അവിടെയാണ്. ഓരോ ഡിപ്പെൻസ്. അത് വിശ്വാസിയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം. ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ഒരു കാവ് സങ്കല്പമാണല്ലോ. അപ്പോൾ കാടുകൾ കയറാം. എനിക്ക് തോന്നുന്നത് മനുഷ്യരെക്കാട്ടും നമുക്ക് സേഫായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നത് മൃഗങ്ങളെയാണ്. അതിൽ ചില മൃഗങ്ങൾ മാത്രമേ അക്രമകാരികളായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവർ ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ മറ്റ് നാച്ചുറലി അവർ അറ്റാക്ക് ചെയ്യില്ല. നമ്മൾ തീർച്ചയായിട്ടും ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, സഫാരി പാർക്കുകളിലൊക്കെ പോയിട്ട്. എനിക്ക് തോന്നുന്നു പുലിയുടെയും കടുവയുടെയൊക്കെ ചിത്രങ്ങൾ അല്ലേ. ശരിക്കും അത് കവേർഡ് വെഹിക്കിളിലാണോ പോകുന്നത്, അതോ? നമ്മൾ ഓപ്പൺ വെഹിക്കിളാണ്, പക്ഷേ നമുക്ക് സേഫാണ്, വേറെ ആക്രമിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞല്ലേ. അതെ അതെ. ഈ പുലിയുടെ ഈവൻ നമ്മുടെ കാടുകൾ, ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈഗർ സൈറ്റിങ് നമ്മൾ പോകുന്നത് മൈസൂരാണ്, മുത്തങ്ങ കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലത്ത്, ബന്ദിപ്പൂർ. ഒരു 15-20 മിനിറ്റ് നമുക്ക് കടുവ, ഒരു 50 മീറ്റർ അകലെ കടുവ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സീൻ എടുത്തിട്ടുണ്ട്, നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് നീങ്ങും. പക്ഷെ വളരെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സൈറ്റിംഗ് ആയിരുന്നു. അവരെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഫ്രണ്ട്ലിയാണ്. അതെ. പലപ്പോഴും കാടിൻ്റെ അകത്ത് ഇത് പറഞ്ഞുകൊണ്ട് നാളെ തന്നെ കാട്ടിലോട്ട് ആരും പോകരുത്. ഒറ്റപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് ആക്രമിക്കപ്പെടാം. അതല്ലെങ്കിൽ ഈ കടുവ വിശന്നിരിക്കുന്ന സമയത്ത് കടുവനെ കാണാൻ പോയാൽ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ യുവരാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരു ഐക്കൺ എന്നൊക്കെ പറയുമ്പം ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. നാളുകളിൽ ഒരു പക്ഷേ ഈ വനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു മിനിസ്റ്റർ സ്ഥാനം കിട്ടുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഈ വന്യമൃഗങ്ങൾ കാടിറങ്ങി വരുന്നു, കൃഷിക്കാരെ ഒരുപാട് മരണങ്ങൾ ഇപ്പോൾ നടക്കുന്നു. ഇപ്പം PV അൻവർ അടക്കമുള്ളവർ അവിടെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ മൃഗങ്ങളുടെ മനുഷ്യവേട്ടയെക്കുറിച്ചാണ്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം എന്താ? എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ മൃഗങ്ങൾ കാടിറങ്ങുന്നു എന്ന് പറയുന്നത്? അത് ഓരോ കാടിനും ഓരോ പ്രകൃതി നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽ ഇപ്പോൾ കടുവ തന്നെ, അതിലൊരു 50 സ്ക്വയർ കിലോമീറ്റർ ആണ് ഒരു കടുവക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതെ, അത് ടെറിട്ടറിയാണ്. അതെ, അത് മീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അവർ ഒരുമിച്ച് കാണുന്നതൊക്കെ. അല്ലെങ്കിൽ 50 സ്ക്വയർ കിലോമീറ്ററിൽ ഒരു കടുവയ്ക്ക് അപ്പുറം. അതുകൊണ്ടാണ് കടുവ എപ്പോഴും അവർ ടെറിട്ടറി മാർക്ക് ചെയ്യും. എവിടെ പോയാലും അവർ യൂറിൻ വെച്ച് ടെറിട്ടറി മാർക്ക് ചെയ്തിട്ടാണ് അവർ സഞ്ചരിക്കുന്നത് തന്നെ. അപ്പോൾ ആ ടെറിറ്ററിയിൽ നമ്മുടെ കടുവകളുടെ ഇപ്പോഴത്തെ ഒരു എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ കടുവ വരുമ്പോൾ ഈ പ്രായമായ കടുവകൾക്ക് ഇര പിടിക്കാനുള്ളൊരു സാധ്യത കുറയും. അതുമാത്രം മറ്റേ കടുവകൾ ഇവരെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ സേഫ് സോണിലേക്ക് വന്ന് നാട്ടുമ്പുറത്തേക്ക് വന്ന് അവിടെ കാണുന്ന നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസിനെ ഭക്ഷണം ആയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവിടെ നിർഭാഗ്യവശാൽ നമ്മുടെ മനുഷ്യരും അകപ്പെട്ടു പോകുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട്
എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും വനവുമായുള്ള അഭേദ്യമായ ബന്ധം ഉള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നാളെ ഒരു വനം വകുപ്പൊക്കെ കിട്ടിയാൽ നമുക്ക് കുറെ കൂടി രണ്ടുപേർക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ തീരുമാനം എടുക്കാൻ പറ്റും. ഇത് പലപ്പോഴും ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അങ്ങനെ നിർബന്ധമില്ല. നമുക്കൊരു അറിയാത്ത അതെ, നമ്മളിപ്പോൾ IAS തന്നെ ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, പഠിച്ചതല്ലോ. അതെ, അവർ ആ ഒരു ക്രൈറ്റീരിയ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷെ ആ മേഖലയിലെത്തുമ്പോൾ ഇപ്പോൾ ബ്രൂസിലി പണ്ട് പറഞ്ഞ പോലെ 1000 വിദ്യകൾ പഠിച്ച ആളെ പുള്ളിക്ക് പേടിയില്ല. പക്ഷെ ഒരു വിദ്യ 1000 പ്രാവശ്യം എക്സ്പെർട്ട് ചെയ്ത ആളെ പേടിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരേ വിഷയം നമ്മൾ നിരന്തരമായിട്ട് അതായിട്ട് ഇടപഴകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ആ അക്കാഡമിക് ഇൻട്രസ്റ്റ് ആര് കാണിച്ചാലും അവർക്ക് ഇതിൽ ഇടപെടാൻ തീർച്ചയായിട്ടും സുഖമായിട്ട്. അതെ. ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്നുള്ളൊരു സ്ഥാനത്തേക്ക് കടന്നു വരുന്നു. ഈ കൊച്ചിയെ സംബന്ധിച്ചിട്ട് നേരത്തെ സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു അല്ലേ, ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഫുട്ബോളിനൊരു പ്രാധാന്യം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട് കൊച്ചിയെ സംബന്ധിച്ച്? ഞാൻ ഫുട്ബോൾ പ്ലെയറാണ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡൻ്റാണ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എല്ലാ സ്പോർട്സും നമുക്ക് ഒരു ഇതെല്ലാം കായിക രംഗവും അവരെല്ലാവരും ഇന്ത്യൻ പ്ലെയർ ആകാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് ആകാൻ വേണ്ടിയിട്ടല്ല. കുട്ടികൾക്ക് പ്രാഥമികമായിട്ടൊരു എക്സ്പോഷർ. ഇപ്പോൾ കായിക രംഗത്തുള്ള കുട്ടികളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അക്കാഡമിക്കലി വലിയ ബ്രില്യൻസ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് കിട്ടുന്ന എക്സ്പോഷർ, അനുഭവം, കോൺഫിഡൻസ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ പ്ലെയർ ഒരു ബോൾ റിസീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആകെ 1 മിനിറ്റ്, 1 സെക്കൻഡാണ് കിട്ടുന്നത്. ആ സെക്കൻഡിനുള്ളിൽ ഡിസിഷൻ എടുക്കണം. അവൻ്റെ ഓപ്പോണൻ്റ് എവിടെ ഇരിക്കുന്നു, അവൻ്റെ ഡിഫൻഡേഴ്സ്, അവൻ്റെ ടീം എവിടെയാണ്, ഗോൾ കീപ്പർ പൊസിഷൻ, ആ ബോൾ റിസീവ് ചെയ്യുന്ന വെയിറ്റ്, ആ ബോളിൻ്റെ സ്പീഡ്. അപ്പോൾ ഒരു ക്വിക്ക് ഡിസിഷൻ എപ്പോഴും സ്പോർട്സിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിലും ഡിസിഷൻ എടുക്കാനും തീരുമാനങ്ങളൊക്കെ എടുത്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും കൂടി കുട്ടികൾ, ഞാനെപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ പറയും, ഈ കുട്ടികളെ എപ്പോഴും നമ്മൾ മാൻഡേറ്ററി ആക്കണം അല്ലേ? സ്പോർട്സ് മാൻഡേറ്ററി ആണ്, പക്ഷേ പല സ്ഥലത്തും അത് അല്ല, ഉപയോഗപ്പെടുത്തുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച് അവർ എഴുതുന്നതിന് മാത്രം മാർക്കിടുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടേത്. അത് മാറി അവനെ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് അവൻ്റെ ഇഷ്ടത്തിന് എഴുതി അവൻ മൈൻഡ് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അധ്യാപകർ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ കുട്ടികൾ നമുക്ക് ഈ മാർക്ക് അടിസ്ഥാനത്തിൽ ഫുൾ A+ കിട്ടിയവരൊന്നും ജീവിതത്തിൽ ഫുൾ A+ നേടുന്നവരല്ല. മറിച്ച് എല്ലാ തലത്തിലും അവനൊരു എക്സ്പോഷർ കിട്ടുന്ന തരത്തിലേക്ക് മാറാൻ നമ്മുടെ സമൂഹം കഴിയും. ഇത് ഞാൻ സ്പോർട്സ് രംഗത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. പ്രധാനമായിട്ടും സ്പോർട്സിനെ കൂടുതൽ സ്നേഹിക്കുന്നവർ ആ മേഖല, ഇപ്പം നമ്മൾ അന്യം നിന്ന് പോകുന്ന പല കായിക വിനോദങ്ങളുമുണ്ട്. അപ്പം അവിടേക്ക് പ്രാക്ടീസ് ചെയ്യും എക്സ്പേർട്ടായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരും ഇന്ത്യൻ പ്ലെയർ ആയില്ലെങ്കിൽ കൂടി അവർക്കൊരു ഉപജീവനമാർഗ്ഗം, ഒരു തൊഴിൽ എന്നുള്ളതിൽ പലയിടത്തും ഇത് സ്പോർട്സിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്പോർട്സ് കോട്ട അല്ലേ, പോലീസിലും അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാനും അവർക്ക് കഴിയും. പലപ്പോഴും ഇന്ത്യൻ നാഷണലിലൊക്കെ കളിച്ച കുട്ടികൾക്ക് പോലും പലപ്പോഴും എങ്ങും ജോലി കിട്ടാതെ നമ്മുടെ മുമ്പിൽ, മലനാട് TV മുമ്പിൽ വന്നിട്ടുള്ള ഒത്തിരി താരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗുസ്തിയൊക്കെ ആ മേഖലയിലുള്ള പെൺകുട്ടികൾ നാഷണലൊക്കെ പോയിട്ട് വെങ്കലം വരെയൊക്കെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ നേടിയിട്ടും അവർക്ക് ഇവിടെ സ്വന്തമായിട്ട് അത്തരം ഇവൻറ്റുകളൊക്കെ സംഘടിപ്പിച്ച ഒരു കുട്ടിയെ നമുക്കറിയാം. ശരിക്കും അവരൊക്കെ ഇപ്പം ഇന്ന് വേറെ തൊഴിൽ, ഹോട്ടൽ ജീവിതമൊക്കെ നടത്തി ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരം ആൾക്കാരെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിൽ ഒരു കാര്യം, ഒന്ന് കാഴ്ചപ്പാടുകൾ മാറണം. സർക്കാർ ജോലിയാണ് എല്ലാത്തിൻ്റെ അവസാനമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകൾ. ആ ചിന്താഗതി മാറി. ഇപ്പോൾ സർക്കാർ തന്നെ ഇപ്പോൾ ഈ അടുത്ത് 152 കായിക താരങ്ങൾക്ക് ഇപ്പോൾ ജോലി കൊടുത്തു. ഇപ്പം ഞങ്ങൾ ഫുട്ബോൾ അസോസിയേഷൻ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഒരു കാലത്ത് ഫുട്ബോൾ അന്യം നിന്ന് പോകുന്ന തരത്തിലേക്ക് ക്രിക്കറ്റിൻ്റെ ഒരു അതിപ്രസരം വന്നിരുന്നു. അവിടെ ഫുട്ബോൾ അസോസിയേഷൻ ചെയ്തത്, ഞങ്ങൾ കുറേ ക്വാളിറ്റി ഞങ്ങൾ നോക്കിയില്ല. അത് തുടക്കത്തിൽ കോച്ചുമാരെ ഞങ്ങൾ സൃഷ്ടിച്ചു. D ലൈസൻസും A ലൈസൻസും B ലൈസൻസൊക്കെ ഞങ്ങൾ കുറേ കോച്ചുമാരെ സൃഷ്ടിച്ചു. ഒരു വർഷം 400 കോച്ചുമാരെ ഞങ്ങൾ ലൈസൻസ് കൊടുത്തു, ട്രെയിനിങ് കൊടുത്തു. അവർ കോച്ചിങ് ലൈസൻസ് എടുത്തതിന് ശേഷം ചെയ്തത്, അവർ നാട്ടിൻപുറത്ത് പോയി ട്രെയിനിങ്ങുകൾ ആരംഭിച്ചു. ആ ട്രെയിനിങ്ങുകൾ ആരംഭിച്ച് അവരുടെ കീഴിൽ 100 കണക്കിന് കുട്ടികൾ ട്രെയിനിങ് തുടങ്ങി. അപ്പോൾ ഒരു മാസം
അല്ലെങ്കിൽ ഒരു വർഷം ഞങ്ങൾ കഴിഞ്ഞ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു ഇത് നടത്തി കഴിഞ്ഞപ്പോൾ ട്രെയിനിങ് സമ്മർ വെക്കേഷൻ നടത്തി കഴിഞ്ഞാൽ 3.5 ലക്ഷം കുട്ടികളാണ് എറണാകുളം ജില്ലയിൽ മാത്രം ഫുട്ബോൾ ട്രെയിനിങ്ങിന് പങ്കെടുത്തത്. അപ്പോൾ ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ് നടത്തിയ ഉപജീവനം ഇപ്പോൾ ഈ പറഞ്ഞ സർക്കാർ ജോലി 50,000 രൂപ കിട്ടുമ്പോൾ ഇവർ 1.5-2 ലക്ഷം രൂപ കിട്ടുന്ന തരത്തിലേക്ക് അത് കാഴ്ചപ്പാടുകൾ അങ്ങനെ കാഴ്ചപ്പാടുകൾ മാറിക്കഴിഞ്ഞാൽ ആർക്കും ഈ കേരളത്തിൽ സുഖമായിട്ട് ജീവിക്കാം. തീർച്ചയായും പണിയെടുക്കാൻ തയ്യാറാവുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ പുതിയ മെത്തഡോളജിയും പുതിയ ഐഡിയാസും കൃത്യമായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. തീർച്ചയായും ഇപ്പോൾ ഒരു സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുമ്പം നമുക്ക് കൗൺസിലിൻ്റേതോ അല്ലെങ്കിൽ ഇപ്പം നാഷണൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും കുറേയധികം സപ്പോർട്ടുകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ നൽകാൻ സാധിക്കും? സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ ഒത്തിരി ടൂർണമെൻറ്റുകൾ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും പക്ഷേ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇത് എവിടെയാണ് നമുക്ക് എത്തിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ മാധ്യമങ്ങളുണ്ട്, അവരെ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, എങ്ങനെ സ്പോൺസേഴ്സിനെ സംഘടിപ്പിച്ച് ഇതിപ്പോൾ പലപ്പോഴും ടൂർണമെൻ്റ് എടുത്ത് അവരുടെ ആ കളി കാണാൻ വരുന്ന ആളുകൾക്ക് മാത്രമായിട്ടാണ് ഇത് ഒതുങ്ങുന്നത്. അതേസമയം ഇപ്പോൾ മലപ്പുറത്ത് സെവൻസ് നടക്കുന്നുണ്ട്. ഒരു 5,000 പേര് ആ ടൂർണമെന്റ് അവിടെ ഇരുന്ന് തന്നെ കാണും. ഇവിടുന്ന് തന്നെ ലൈവായിട്ട് കാണാൻ ഇവിടുന്ന് വണ്ടിയും വിളിച്ച് പോകുന്ന. പക്ഷെ ആ സെവൻസ് ടൂർണമെന്റ് എന്തുകൊണ്ട് കേരളത്തിൽ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെയോ അല്ലെങ്കിൽ ലാ ലീഗ പോലെയോ ഒക്കെ നമുക്ക് ബുണ്ടസ്ലീഗ പോലെയൊക്കെ നമുക്ക് കാണിക്കാൻ. അപ്പോൾ വലിയൊരു മാർക്കറ്റ് ഉണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് തീർച്ചയായിട്ടും ഒരു പ്രാദേശിക തലങ്ങളിലെ സ്പോർട്സ് മേളകൾ അല്ലേ അനിവാര്യമാണ്. താരങ്ങൾ ഒരുപാടുണ്ട്. നമ്മളൊരു പക്ഷേ നല്ല പ്രഗത്ഭരായിട്ടും പ്രശസ്തരും ആകേണ്ട താരങ്ങൾ നമ്മുടെ ഈ കുപ്പക്കുനയിലെ മാണിക്യം എന്ന് പറയുന്ന പോലെ നമ്മുടെ ലോക്കൽ പ്രാദേശിക മേഖലയിലുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്യാൻ കൂടുതൽ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എനിവേ നമ്മളുടെ ഇപ്പം കുന്നത്തുനാടിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞത്, കുന്നത്തുനാട് ശരിക്കും ഇന്ന് ആ പേര് പോലെ തന്നെ ഒരു പിന്നെ നൊസ്റ്റാൾജി ഉള്ളൊരു പേരാണ് കുന്നത്തുനാട് അല്ലേ. കേരളത്തിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾക്കിങ്ങനെ കേട്ടുകഴിവുള്ളതാണ് കുന്നത്തുനാട് എന്ന് പറയുന്ന സ്ഥലം. അപ്പം അവിടെ കുന്നത്തുനാടിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്നും ബ്രീഫ് ചെയ്താൽ എന്തൊക്കെയാണ്? ഞാൻ MLA ആയി വരുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നൊരു മണ്ഡലമാണ്, പ്രത്യേകിച്ച് റോഡുകളുടെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ. ഞാൻ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ആദ്യം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച 2 കാര്യങ്ങൾ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതാണ്. പല 15-20 വർഷമൊക്കെ ആയിട്ട് ടാർ ചെയ്യാത്തപ്പെടാത്ത വലിയ ബുദ്ധിമുട്ടുകളുള്ള കേരളത്തിലെ ഏറ്റവും മോശം റോഡുകളിൽ ഒന്നായിരുന്നു നെല്ലാട് കിഴക്കമ്പലം റോഡ്. ദൈനംദിനം ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് ടൗണിലേക്ക് ആശ്രയിച്ചിരുന്ന റോഡാണ്. എനിക്ക് വേണം കഴിഞ്ഞ ടൈമിൽ അന്നത്തെ MLAക്കെതിരായിട്ട് ഏറ്റവും ആക്ഷേപങ്ങൾ വന്നൊരു റോഡ് അതായിരുന്നു. ആ റോഡിൻ്റെ പ്രശ്നം ടെക്നിക്കലി കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കിബി ഏറ്റെടുത്ത്, പക്ഷേ അതിൻ്റെ ടെക്നിക്കലി അതുകൊണ്ട് ആ വർക്ക് നടക്കാതെ പോയി. പക്ഷെ ഞാൻ MLA ആയി വന്നതിന് ശേഷം ആ ടെക്നിക്കൽ ഇഷ്യൂസ് നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ഏകദേശം 50ഓളം മീറ്റിങ്ങുകൾ തിരുവനന്തപുരത്തും എറണാകുളത്തായിട്ട് നടത്തി. എന്നിട്ടാണ് ആ ടെക്നിക്കൽ ഇഷ്യൂ മാറ്റി. കാരണം ഇത് കോടതി കേസ്, കോൺട്രാക്ടറെ അയാളെ ടെർമിനേറ്റ് ചെയ്ത് അയാൾ വീണ്ടും കോടതിയിൽ പോയി അങ്ങനെ പരിഹരിച്ച് വീണ്ടും പൈസ രണ്ടാമത് 10.5 കോടി അനുവദിച്ചിട്ടാണ് അത് ഒരു വിഷയം. പിന്നെ കുന്നത്താട് മണ്ഡലത്തിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടിവെള്ള ക്ഷാമം, അത് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് 450 കോടി മണ്ഡലത്തിൽ മാത്രം അനുവദിച്ചു. ഇപ്പോൾ അതിൻ്റെ പണി നടന്നിരിക്കുകയാണ്. അപ്പോൾ അത് പൂർത്തീകരിക്കുമ്പോൾ ഈ കുടിവെള്ള ക്ഷാമം നമുക്ക് പരിഹരിക്കാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞ 4 വർഷം കൊണ്ട്, ആദ്യത്തെ 1 വർഷം കോവിഡിൻ്റെ സമയം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം കോവിഡ് വ്യാപനം ആയതുകൊണ്ട് സർക്കാർ ഫണ്ടുകളൊക്കെ വളരെ ലിമിറ്റായിട്ട് കിട്ടിയത്. പക്ഷേ അടുത്ത 3 വർഷം ഏകദേശം 1,500-2,000 കോടി രൂപയുടെ ഓൺഗോയിങ് വർക്കുകൾ ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ പലപ്പോഴും കണ്ടിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങളുടെ ഏകോപനമില്ലായ്മ പലപ്പോഴും പദ്ധതികൾ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം കുന്നത്തുനാടിൽ തന്നെ നേരത്തെ പറഞ്ഞ കളിസ്ഥലങ്ങളുടെ ഒരു ഇല്ലേ, MPമാരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും MLAയുടെ ഒരു സപ്പോർട്ടോടു കൂടി അവിടെ മികച്ച കളിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡുകളുടെ കാര്യത്തിൽ, അതുപോലെ പ്രാഥമിക പരിഗണന കിട്ടേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം. 100% പാർപ്പിട രഹിതർ ഇല്ലാത്ത സ്ഥലമാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, പാർപ്പിടങ്ങൾ പ്രശ്നമുള്ളതുണ്ട്, ഇല്ലാത്ത ആളുകളും ഉണ്ട്. ഇപ്പം ഇതിൽ ഒരു ഭാവിയിൽ ഞാനിപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ ഫ്യൂച്ചറിൽ ഒരു നോയിഡ അല്ലെങ്കിൽ ഗുഡ്ഗാവ് പോലെ
ഒരു ഉപനഗരമായി, കൊച്ചിയുടെ ഉപനഗരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം കാക്കനാട് 15-20 ലക്ഷം രൂപയാണ് സെന്റിന് വില, അല്ലെങ്കിൽ ഒരു 25 സെന്റ് മുകളിൽ പോകും. അതേസമയം ഒരു 4 മീറ്റർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പുത്തൻകുരിശ്, കുന്നത്ത്, ഐക്കരനാട് അല്ലെങ്കിൽ മഴുവന്നൂരൊക്കെ സെന്റിന് കേവലം 2 ലക്ഷം 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക്. അപ്പോൾ റോഡ് കണക്ടിവിറ്റി നമ്മൾ ഭംഗിയാക്കി കഴിഞ്ഞാൽ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഈ ആളുകൾക്ക് ഇവിടെ താമസിക്കുകയും നഗരത്തിൽ പോയി ജോലി ചെയ്ത് തിരിച്ചു വന്ന്, അപ്പോൾ ഒരു എക്കോണമിക്കലായിട്ടും ആ നാട് വികസിക്കും. അപ്പോൾ ഒരു ഉപനഗരം എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് വലിയ കൺസെപ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത ഏറ്റവും വലിയ മെട്രോ നഗരമായ ബാംഗ്ലൂരിലുള്ള മിക്കവാറും ആളുകളെല്ലാം ഇപ്പം മൈസൂറും അവിടെ നഗരം വിട്ടിട്ട് ഈ പറഞ്ഞ സാറ്റലൈറ്റ് സിറ്റിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു വീടെന്ന് പറയുന്നത് റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട്. പക്ഷേ വലിയ ദൂരമില്ലാത്ത ഇത് വളരെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുന്നത്താടും കാക്കനാടും തമ്മിൽ കേവലം ഒരു 4 കിലോമീറ്റർ വ്യത്യാസം. പക്ഷേ വില, സ്ഥലത്തിൻ്റെ വില വലിയ വിലയാണ്. മെട്രോ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ കണക്ടിവിറ്റി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇൻഫോ പാർക്കിൻ്റെ 3ാം ഫേസ് കുന്നത്തനാട്ടിലാണ് വരുന്നത്. വെരി ഗുഡ്. അപ്പോൾ അത് കോടിക്കണക്കിന് രൂപ ഇപ്പോൾ സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തൊരു ഒരു നഗരം അവിടെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്കൊരു നമ്മുടെ ഒരു ആലോചന, നമ്മുടെ ഒരു ഐഡിയാസൊക്കെ നമുക്കത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അല്ല, ഈ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടാണോ ഇപ്പം കേരളത്തിലെ മികച്ച നിയമസഭാ സാമാജികനെ തേടി ഒരു അന്യ സംസ്ഥാനത്തെ, എനിക്ക് തോന്നുന്നു മറ്റൊരു സംഘടന നൽകിയ ഇടപെടല്ലേ നമ്മളിപ്പോൾ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. അത് ഉദ്യോഗസ്ഥ തലത്തിലെല്ലാം. പലപ്പോഴും കേരളത്തിലെ ഞാൻ ഈ കഴിഞ്ഞ 4 വർഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വളരെ ഇപ്പോഴും മാറാറുണ്ട്. പല തീരുമാനങ്ങളും ഇപ്പോഴും തിരുവനന്തപുരത്ത് IAS ലെവലിൽ എടുക്കുന്ന തീരുമാനം. അപ്പോൾ പലപ്പോഴും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ വരാറുണ്ട്. ഫയല് മിനിമം 1 വർഷമൊക്കെ എടുത്ത ഫയലുകൾ. അപ്പോൾ അത് നമ്മൾ ഈ ബ്രിട്ടീഷ് ഭരണകാലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ഫോളോ അപ്പ് ചെയ്യുക, അത് നമുക്ക് സത്യത്തിൽ അത് മാറ്റേണ്ടതായി, കാലാനുസൃതമായ മാറ്റങ്ങൾ വളരെ അനിവാര്യമാണ്. അപ്പോൾ അതുകൂടി നമുക്ക് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തീരുമാനങ്ങൾ, ഒരു ഫയലൊക്കെ പോയി 6 മാസം ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അവർക്കൊരു പക്ഷേ 1000 ഫയലുകളിൽ ഒന്നായിരിക്കാം അവിടെ, പക്ഷെ നമ്മൾക്ക് ആ ഒരു ഫയലായിരിക്കും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നത്. അർദ്ധശങ്കയില്ലെന്നാ പറഞ്ഞത്, ആരെയും ഭയപ്പെടാതെ പറഞ്ഞത്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശാപം എന്ന് പറയുന്നത് ഈ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഫയലുകൾ തന്നെയാണ്. കാലോനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്ന് അതിന് ഇച്ചിരി സ്പീഡ് കൂടെയാണ്. ടെക്നോളജി മാറി, ഇപ്പോൾ AI വരെ വന്നു. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് ഫയലുകൾ മനുഷ്യനെ കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് നോക്കാനൊക്കെ പറ്റുന്ന കാലഘട്ടങ്ങളിലാണ്. അതിൻ്റെ ഒരു ഡിജിറ്റലൈസേഷൻ്റെ അതിൽ പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇപ്പോൾ ജനപ്രതിനിധികളും നിയമം കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയണം. നിയമം അറിഞ്ഞില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പലപ്പോഴും നിയമമല്ല അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അവരുടെ മുൻഗാമികൾ ചെയ്ത് വെച്ച വഴികളിൽ എങ്ങനെയാണ് ഇതുവരെ പിന്തുടർന്ന് വന്ന അതേ സിസ്റ്റം. ഒരു ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ മണ്ഡലത്തിലെ നെല്ലാട് എന്ന് പറയുന്നിടത്തൊരു വനം ഡിപ്പോ ഉണ്ട്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ അതുവഴി നടന്ന് അവരുടെ വീടുകളിലേക്ക് പോകണം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് വന്നിരുന്ന 50 വർഷമൊക്കെയായിട്ട് നടന്ന ആളുകളാണ്. ഒരു സുപ്രഭാതത്തിൽ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു അവർ 6 മണി കഴിഞ്ഞാൽ ഇതിലൂടെ നടക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കി. അപ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് പരാതി വിട്ടു. ഞാൻ മീറ്റിംഗ് വിളിച്ചു DFO അടക്കമുള്ള ആളുകളും നാട്ടുകാരെല്ലാം വിളിച്ചിട്ടാണ് അവിടെ തന്നെ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഇത് സെൻട്രൽ ആക്റ്റാണ്. സെൻട്രൽ ആക്ടിൽ ഞങ്ങൾക്ക് എന്ത് നിയമം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് സെൻട്രൽ ആക്ട്? സാറേ 6 മണി കഴിഞ്ഞിട്ട് ഡിപ്പോ അടയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അക്കാഡമിക്, സാധാരണ രീതിയിൽ നോർമലി ഒരു ജനപ്രതി അത് പറയുന്ന വിശ്വാസത്തിലെടുക്കും. പക്ഷേ എനിക്കെപ്പോഴും ഒരു ക്യൂരിയോസിറ്റി, ലേണിംഗ്, സ്റ്റഡി ചെയ്യാന്നുള്ളൊരു ആഗ്രഹപ്പെടുന്നു. ഞാൻ വെറുതെ ചോദിച്ചാൽ ആക്റ്റൊന്നും തരുമെന്ന് ചോദിച്ചു. ആക്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു, സാർ ഇതാണ് നിയമം, ഞങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് കൂടെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എന്താ, ഹെവി വെഹിക്കിൾസ് കനോട്ട് ബി പെർമിറ്റഡ് ആഫ്റ്റർ 6 o'clock. പാസഞ്ചേഴ്സ് വെഹിക്കിളായിരിക്കും. ഹെവി വെഹിക്കിൾസ്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങളൊന്നും അകത്ത് കിടക്കാൻ പാടില്ല. പക്ഷെ അതിലൊരു കൃത്യമായിട്ട് ഇൻറ്റൻഷൻ ഓഫ് ദ ലെജിസ്ലേഷൻ എന്ന് പറയും. ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ എന്താണ് അതിൽ ഇൻറ്റൻഷൻ, ലെജിസ്ലേച്ചറുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞ് വലിയ ഈ ഹെവി വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതാണ് കൂടുതലാണ്.
അതായത് അതിൻ്റെ കപ്പാസിറ്റി 8 വീലോ അല്ലെങ്കിൽ 16 വീലോ ഉള്ള വാഹനങ്ങൾ അതിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ തടി മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 6 മണി കഴിഞ്ഞിട്ട് വലിയ വാഹനങ്ങൾ അകത്ത് കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ വലിയ വാഹനങ്ങൾ അകത്ത് കയറ്റണ്ട, നിങ്ങൾ കാറോ ഈ ചെറിയ ബൈക്കോ കയറ്റണേ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവുമെന്ന് ചോദിച്ചു. ആ ഉദ്യോഗസ്ഥൻ അപ്പം തന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഇടപെടൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. അത് ശരിക്കും ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഇല്ലെങ്കിലോ കൂടുതൽ ജനക്ഷേമ തൽപരനല്ലെങ്കിൽ അതിന് കൂടുതൽ ക്യൂരിയോസിറ്റിയിൽ പോകത്തില്ലല്ലോ. ഇപ്പോൾ എന്നാലും നമ്മളുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആശങ്ക മാറ്റാൻ അവിടെ എനിക്കൊരു സ്ഥാനം, അത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ജനനായകൻ എന്നുള്ള പേരിൻ്റെ പിന്നിലെ രഹസ്യം. അതേപോലെ തന്നെ ആയിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞടുത്ത് പാരിയത്തുകാവ് എന്ന് പറഞ്ഞിട്ടൊരു കോളനി. വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 75 വർഷമായിട്ട് ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയാണ്. ആ കോളനി ഒഴിപ്പിക്കാൻ കോടതിയിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ വന്നു. അത് ഇത്തിരി വൈറലായിട്ടുള്ളൊരു ഇതായിരുന്നു. വേറെ നിവൃത്തിയൊന്നുമില്ല, വേറെ കാരണം വെച്ചാൽ കോടതിയുടെ ഉത്തരവായിട്ട് വന്നത്. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ എന്ത് തീരുമാനം എടുക്കും എന്നൊരു ആലോചന വന്നു. ഈ അഡ്വക്കേറ്റ് കമ്മീഷനെ തടയണമല്ലോ, അപ്പോൾ നിയമാനുസൃതമായിരിക്കണം, അല്ലാണ്ട് നമ്മൾ അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ആവും. അപ്പോൾ അന്ന് അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഇന്ന് കോടതി പുറത്തിറക്കിയ രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അത് അന്നത്തെ പ്രധാന ചോദ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് ഓർഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡർ കാണിക്കാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഓർഡർ ഉണ്ടെങ്കിൽ കോടതി നിങ്ങളെയാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ആണ് നിയമിച്ചിരിക്കുന്നത്. അന്ന് അദ്ദേഹം വിട്ടുപോയതായിരിക്കും ചിലപ്പോൾ. അദ്ദേഹത്തിന് ഓർഡർ ഉണ്ട്, പക്ഷെ എടുക്കാൻ പറ്റും. ഈ സമയത്ത് അത് കൊണ്ടുവരാൻ മെമ്പർ ഓഫ് പാർലമെന്റ് ലെജിസ്ലേറ്റീവിന് അത് ചോദിക്കാം. അല്ല, ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട, എന്നെ കാണിക്കണമെന്നില്ല. പക്ഷെ അതിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ കാണിച്ചാലേ ഞങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം എടുക്കാത്ത കാരണം അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. വെരി ഗുഡ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ജനങ്ങൾ ആത്യന്തികമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മളുടെ ശക്തി എന്ന് പറയുന്നത് അങ്ങേ തലക്ക് 1000 പേരെ ഉണ്ടോ അല്ലെങ്കിൽ 1000 പേരെ അല്ലെങ്കിൽ ഒരാളെ ബാധിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും അവർ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നമ്മുടെ ഡ്യൂട്ടി. അത് ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇതിനകത്തൊരു വലിയ വിരോധാഭാസപരമായിട്ടൊരു അവാർഡ് അങ്ങേക്ക് തേടി വരുന്നതായി മനസ്സിലാക്കി. കാരണം പ്രത്യേകിച്ച് കോൺഗ്രസ് അനുഭാവമുള്ളൊരു സംഘടന കേരളത്തിലെ ഏറ്റവും മികച്ച സാമാജികനെ തേടി ഇപ്പോൾ മലനാട് TV നടത്തുന്ന പോലെ ഒരു കോൺടെസ്റ്റിൽ അങ്ങേ സെലക്ട് ചെയ്തെന്ന് പറയുന്നു. അതെന്താണ്? അല്ല, അത് അവരെ ഇതുപോലെ അസസ് ചെയ്തായിരിക്കും. ഞാൻ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എനിക്കറിയില്ല. അവരെന്നെ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ഒരു ഇടപെടലായിരിക്കാം, അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹമായിരിക്കും. അവാർഡിൻ്റെ പേര് ജവഹർലാൽ നെഹ്റു കൾച്ചർ സൊസൈറ്റിയുടെ യുവ MLAക്കുള്ള പുരസ്കാരം സംസ്ഥാനത്തെ മികച്ച MLA ആയിട്ട് അവർ തിരഞ്ഞെടുത്തു. ബാംഗ്ലൂർ വെച്ചായിരുന്നു ചടങ്ങ്. ഞാൻ പോയി വാങ്ങിച്ചു. പക്ഷെ അവാർഡ് എപ്പോഴും നമുക്കൊരു പ്രോത്സാഹനമാണ്. പക്ഷെ അതിലപ്പുറം നമ്മളുടെ ഇടപെടലുകൾ എവിടെയാണ് വേണ്ടത് നമുക്കറിയാൻ കഴിഞ്ഞാൽ അത്തരം ഇടപെടലുകൾ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പണ്ടൊരു രാജാവിനെ കുറിച്ച് ആ നാട്ടിലുള്ള ആർക്കും ഒരു മോശാഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം രാജാവ് ഒരിക്കലും തീരുമാനം എടുക്കില്ല. നമ്മളൊരു തീരുമാനം എടുത്താൽ ഓബിയസ്ലി നമുക്കെതിരെ ഒന്നില്ലെങ്കിൽ വിമർശനം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അഭിനന്ദനം ഉണ്ടാവും. പക്ഷേ വിമർശനം വരുമെന്ന് പേടിച്ച് നമ്മൾ തീരുമാനം എടുക്കാതിരുന്നാൽ അത് നമ്മുടെ മുന്നോട്ട് പോകാൻ നമ്മൾ ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുക. അതിൻ്റെ കോൺസിക്വൻസ് ഒന്നും നിങ്ങൾ വലിയ ബോധേഡാകാണ്ടിരിക്കുക. എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ തീരുമാനം നന്നായിരുന്നാൽ മാത്രം മതി. റിസൾട്ട് ഉണ്ടാവും. എന്തായാലും ഈ പ്രായത്തിനകത്ത് ഇത്രയൊക്കെ ചിന്തിക്കുന്നു എന്നൊന്നും ഞങ്ങൾ കരുതിയിരുന്നില്ല. എനിവേ, ഈ പറയുന്നത് പോലെ അഭിഭാഷക വൃത്തി നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലേ? നിയമം നമ്മൾ എങ്ങനെയാണ് നിയമസഭയിൽ, കാരണം ഒരു നിയമനിർമ്മാണ സഭയാണ്. നിയമനിർമ്മാണ സഭയിൽ പക്ഷെ പറയുന്നത് പോലൊരു ഈ പറഞ്ഞ പോലെ ചട്ടങ്ങളുടെ ഭേദഗതി വരുന്നില്ലല്ലോ. അതെന്താണ്? അല്ല, അതിൽ ഒരു സ്വാഭാവികമായിട്ടും ഇപ്പോഴും നിയമനിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട റോളുകൾ ഡ്രാഫ്റ്റൊക്കെ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുടെ തലത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് കരട് വന്നു കഴിയുമ്പോഴാണ് ഞങ്ങളുടെ ഒരു അത് ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ ഇങ്ങനെയല്ല സത്യത്തിൽ നമുക്ക് വേണ്ടത്. ഒരു സർക്കാർ ഒരു നിയമത്തിനെക്കുറിച്ച് ഒരു ഐഡിയ കൺസീവ് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ MLAമാർക്ക് അതിൻ്റെ കോപ്പി കൊടുക്കുക. ഞങ്ങളിങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്.
എന്നാൽ കൂടുതൽ MLA-മാർക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മളൊരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ പുറത്തേക്ക് പോകാൻ നമുക്ക് പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അപ്പോൾ എവിടെയാണ് പുതിയ നിയമം, അപ്പോൾ അതിനാകെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒരു പ്രൈവറ്റ് ബില്ലുകളാണ്. അതിപ്പോൾ വെള്ളിയാഴ്ച വരുമ്പോഴും സ്വാഭാവികമായിട്ടും കേരളത്തിലാകെ ഒരു പ്രൈവറ്റ് ബില്ല് മാത്രമേ ഇന്ന് വരെ അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് സ്കോപ്പ് വളരെ കുറവാണ്. പക്ഷെ മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ നിയമങ്ങൾ ആവശ്യമാണ്. ആ നിയമങ്ങൾ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിനുണ്ട്. അത് പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും. മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ശ്രീ പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം എൻ്റെ പാർട്ടിയുടെ ഒരു നേതാവായിട്ടല്ല, പക്ഷേ കേരളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്ത്. ഞാൻ പലപ്പോഴും ഞാൻ തുടക്കത്തിൽ MLA ആയിട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു വന്നു. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ പിന്നെ നമ്മുടെ സജഷൻ്റെ ആവശ്യമില്ല. കാരണം 1970 അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിലെത്തുമ്പോൾ 25 വയസ്സ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് 741 വോട്ടുള്ളൂ. രണ്ടാമത് കൂത്തുപറമ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ 77 മത്സരിക്കുമ്പോൾ 4000 വോട്ട്. 91 കൂത്തുപറമ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് 12,000 അത് കഴിഞ്ഞ് പയ്യന്നൂർ മത്സരിക്കുമ്പോൾ 28,000. അതിനുശേഷം നമ്മുടെ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ 38,000 വോട്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം 2021 അദ്ദേഹം മത്സരിക്കുമ്പോൾ 50,000-ന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നതെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ്, അത് നമുക്ക് അത് ഒരു അക്കാഡമിക്കലി അദ്ദേഹത്തിനൊന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ആളുകളാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ പലപ്പോഴും ശ്രീനിജൻ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഫാദർ ഇൻ ലോയിലേക്കൊക്കെ വരാറുണ്ട്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ തലവനായിട്ടിരുന്ന ഒരാളാണ് ബാലകൃഷ്ണൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരുന്നു ഈ MLA ആയതിനു ശേഷം? അദ്ദേഹത്തിൻ്റെ നമ്മളോടുള്ള സമീപനം അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു? കാരണം വലിയൊരു ഏതെങ്കിലും മതത്തിൽ അദ്ദേഹത്തിന് പേഴ്സണലി എൻ്റെ ഒരു കാര്യത്തിൽ അദ്ദേഹം ഇടപെടാറില്ല ഞാൻ. പക്ഷേ അല്ലാണ്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിയമപരമായിട്ട് ടെക്നിക്കലി ഏതെങ്കിലും ഒരു വിഷയം എനിക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും, അച്ഛൻ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ കൃത്യമായിട്ടൊരു അദ്ദേഹം പറഞ്ഞു തരും, ഇന്നതാണ് അതിൻ്റെ പൊസിഷൻ. ആ പൊസിഷൻ നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യണമെന്നുള്ളത് അദ്ദേഹം നമുക്ക് തന്നെ വിട്ടുതരും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ആവശ്യത്തിനും നമുക്ക് നമ്മുടെ ചുറ്റും ഇപ്പോൾ ഒരു എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സുഹൃത്ത് വലയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് അത് ഗുണകരമായി. അല്ല, ഞാൻ ചോദിച്ചത് നമ്മുടെ ഇന്ത്യ കണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ നേടിയിട്ടുണ്ട് ഇതിനിടയിൽ എപ്പോഴെങ്കിലും? അപ്രീസിയേഷൻ നേടിയോണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മകളെ അപ്പോൾ അതാണ് അതിലെ ഏറ്റവും ഉത്തരം. എനിക്ക് നല്ലൊരു ഉത്തരം എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് വെറുതെ ഒരു അക്കാഡമിക്കലി ഒന്നും, ദാറ്റ് ഈസ് സോ പേഴ്സണൽ തിങ്. അദ്ദേഹം എന്നോട് വളരെ ഏറ്റവും സ്നേഹവും കരുതലായിട്ട് പെരുമാറുന്നത്. അങ്ങനെ ഒരു ചോദ്യമില്ല, ഇനി അതിനപ്പുറം ഒരു ചോദ്യമില്ല. കുന്നത്താണിനെ സംബന്ധിച്ചിട്ട് ഇപ്പം മലയോര മേഖലയും കൂടിയാണ് അല്ലേ? ഈ നമ്മുടെ മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ മെട്രോ സിറ്റി അടുത്ത് കിടക്കുന്നു എങ്കിലും ഒരു ഹൈ റേഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു വന മേഖലയുടെയും കൂടെ സാന്നിധ്യം കുന്നത്താണിൻ്റെ അടുത്തുണ്ട്. അവിടെ ഈ ആരോഗ്യപരമായിട്ടുള്ള മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ജനങ്ങളുടെ അവസ്ഥ? ആരോഗ്യരംഗത്ത് വലിയ, കാരണം ഇടത്തരം ആളുകളും കർഷകരും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കുന്നത്താണി. എല്ലാ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളും നമ്മൾ വളരെ അപ്ഗ്രേഡ് ചെയ്ത്, പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിരുന്നതെല്ലാം ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്റേഴ്സായിട്ട്, മാത്രമല്ല ബഡ്ജറ്റ് വർക്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ 3 കോടി, മൂന്ന് ഹോസ്പിറ്റലുകൾക്ക് 3 കോടി വീതം പുതിയ കെട്ടിടങ്ങൾ, സൗകര്യങ്ങൾ, ആളുകൾക്ക് മറ്റ് സ്വകാര്യ മേഖലയിൽ പോകുന്നത്. കേരളത്തിൽ 10,000 കോടി രൂപയാണ് ഒരു വർഷം സർക്കാർ ആരോഗ്യരംഗത്ത് ചിലവഴിക്കുന്നത്. മറ്റ് മേഖല എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലൊരു 40,000 കോടി രൂപ ഒരു വർഷം കേരളത്തിൽ ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം മേഖലകളിൽ നമ്മൾ കൃത്യമായിട്ടൊരു ഇടപെടൽ
ഇപ്പോൾ ഓരോ മാസവും വാർഡുകളിലേക്ക് ക്ലീനിങ്ങിന് വേണ്ടി കൊടുക്കുന്ന തുക കൃത്യമായിട്ട് ചെലവഴിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മുന്നോട്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഇതുപോലെ പദ്ധതികൾ എങ്ങനെയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ സർക്കാർ എല്ലാ സ്ഥലത്തും പദ്ധതികൾ കൊടുക്കുന്നുണ്ട്, പൈസ അനുവദിക്കുന്നുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള പോലെ പ്ലാൻ ചെയ്യും. ഒരു ഉദാഹരണത്തിന് CST വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് സർക്കാർ ഒരു പദ്ധതി വെച്ചു, ചെലവഴിക്കാൻ നിർദ്ദേശം കൊടുത്തു, പദ്ധതി ആസൂത്രണം ചെയ്തു. അപ്പോൾ അവർ ആലോചിച്ചൊരു പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മണൽ വാരുന്ന തൊഴിലാളികൾക്ക് ലൈഫ് ജാക്കറ്റ് കൊടുക്കാൻ. അങ്ങനെ ലൈഫ് ജാക്കറ്റ് കൊടുത്തു, പദ്ധതി സക്സസ്ഫുള്ളാണ്, പൈസ ചെലവഴിച്ചു. പക്ഷേ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ആളുകൾക്ക് മണൽ വാരാൻ പറ്റുന്നില്ല, കാരണം മുങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ പദ്ധതി സക്സസ്ഫുള്ളാണ്, ഓപ്പറേഷൻ സക്സസ് പേഷ്യൻ്റ് ആയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ആ ഒരു ഇടപെടലാണ് ജനപ്രതിനിധി നടത്തേണ്ടത്. അപ്പോൾ ഇത് കൃത്യമാണോ നിങ്ങൾ ഇത് ഇവാലുവേഷൻ നടത്തുക, റിവ്യൂ നടത്തുക, പദ്ധതി സക്സസ്ഫുൾ, ഒരു ദീർഘവീക്ഷണം വേണം. ഏത് പദ്ധതി വന്നാലും നമ്മളതിൽ എന്താണ് ഇതുകൊണ്ടുള്ള ഗുണവും ദോഷവും നമുക്ക് അനലൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ. ഇപ്പം എല്ലാ മാസവും നമ്മൾ PWD വർക്കുമായി ബന്ധപ്പെട്ട് എല്ലാ മാസവും ഞങ്ങൾ മീറ്റിംഗ് കൂടാറുണ്ട്. അപ്പോൾ ഓരോ വർക്കിലും എവിടെയാണ് ഏറ്റവും MLAക്ക് പഴി കേൾക്കേണ്ട ഏരിയ അതാണ്. അതെ, ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ. പിന്നെ ഞാൻ എപ്പോഴും പറയും, പോലീസ് സ്റ്റേഷൻ, പോലീസുകാർ. ഇപ്പം ഞാനൊരു ദിവസം ഈ കോവളത്ത് നിയമസഭ ഉള്ളപ്പോൾ നടക്കാൻ പോകും. ഞാൻ ഇത്തിരി മഴയൊക്കെ ഉള്ള സമയമായിരുന്നു നടക്കാൻ. കടലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു പോലീസുകാരനാണ്, ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാരനാണ്, എടാ നീ എവിടെ പോണേ, മാറി നടക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല, കാരണം മഴയാണ്. അയാളുടെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി, മഴയാണ്, അയാൾ ഇത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. പക്ഷേ പൊതുവേ അയാൾക്ക് മാന്യമായിട്ടും എൻ്റെ അടുത്ത് പറയാം, ഒന്ന് മാറി നടന്ന കടൽ. പക്ഷെ അത് പലപ്പോഴും ഉണ്ടാകാറില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഞാൻ അത്ര സോഫ്റ്റ് അല്ല, അത്രയും ഉദ്യോഗസ്ഥ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു MLA അല്ല ഞാൻ. കാരണം ഞാൻ വളരെ ഷാർപ്പായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ഞാൻ വിളിക്കുന്ന മീറ്റിങ്ങിൽ കൃത്യമായിട്ട് അവർ റിവ്യൂ ചെയ്തുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അത് ഗുണമാണ്. അല്ലെങ്കിൽ ഈ കൈയും വീശി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു പോകുന്നതല്ലാണ്ട് ഞാനത് മാറ്റി കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് ചെയ്യാൻ പലപ്പോഴും അതുകൊണ്ട്. പക്ഷെ അവർക്കും അറിയാട്ടെ, ഇപ്പോൾ എനിക്ക് അവിടെ അവർ അത് കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് അതുപോലെ നമ്മുടെ ഇപ്പം പീനൽ കോഡിൽ ഏറ്റവും കൂടുതൽ അലക്ഷ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് നമ്മുടെ ഫുഡ് അഡൾട്രേഷനെതിരായിട്ട് ഉപയോഗിക്കുന്ന നിയമം. പലപ്പോഴും ബോധപൂർവമുള്ള നരഹത്യയെന്ന് നമ്മുടെ പീനൽ കോഡ് ജഡ്ജ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിൽ കുറ്റകൃത്യം കാണിച്ചിട്ടുള്ളത് ആരായാലും, ഇപ്പം പലപ്പോഴും ഇവിടെ മുഖ്യധാരയിലുള്ള വലിയ കമ്പനികളുടെ മസാലപ്പൊടികളിൽ പെസ്റ്റിസൈഡിൻ്റെ അംശം അളവിൽ കൂടുതലുണ്ട് എന്ന് പറയുന്നു. എടുത്തു പറഞ്ഞാൽ ഹോർലിക്സ് പോലുള്ള ഉൽപ്പന്നങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ അളവിൽ കൂടുതലുള്ള പഞ്ചസാര കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളുടെ സംവിധാനങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്നില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കിഡ്നി ഫെയിലുവർ, അതുപോലെ മറ്റ് ഹാർട്ട് ഡിസീസ്, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ എണ്ണം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പം നമുക്ക് ചട്ടങ്ങളുടെ ഭേദഗതി വരുത്തിയാൽ ഇത് മാറ്റും. അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ കഠിനമായ ശിക്ഷ ഈ രംഗത്ത് പറയുന്നുണ്ട്. ബോധപൂർവമുള്ള നരഹത്യയാണ് ഭക്ഷണത്തിലെ മായം ചേർക്കൽ. അതിനെതിരെ നമുക്ക് എന്ത് നടപടിയെടുക്കാൻ സാധിക്കും? അല്ലേ, എനിക്കൊരു വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഇതിലുള്ളത്. കാരണം വിഷമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ച് കഴിക്കില്ലേ? തീർച്ചയായും. ഇപ്പോൾ ഉദാഹരണത്തിന് ലിക്കർ, സിഗരറ്റ്, ഇത് വിസിബിളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ വിഷമാണ്, എന്നിട്ടും ആളുകൾ മേടിച്ചു. അപ്പം നമുക്ക് വേണ്ടത് സമീപനങ്ങളിലുള്ള മാറ്റമാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഇത് നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. ഇപ്പം ഈ പറഞ്ഞ പോലെ മെഷേഴ്സ് എടുക്കേണ്ട, ഗവൺമെൻറ് മെഷേഴ്സ് എടുക്കേണ്ട സ്ഥലത്ത്, ഇപ്പോൾ ഹോർലിക്സൊക്കെ പോലുള്ള സ്ഥലത്ത് നമ്മൾ അതിൻ്റെ ക്രൈറ്റീരിയ ആണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് നടപടി എടുക്കേണ്ടതാണ്. ഞാൻ പൊതുവേ ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു കാലഘട്ടം, ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ 70-കളിൽ 80-കളിൽ പട്ടിണി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് കപ്പയും മറ്റ് മരിച്ചീനി അല്ലെങ്കിൽ മറ്റ് ഇന്ന് ഓവറായിട്ട് ഭക്ഷണം കഴിച്ച്, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ജിമ്മുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഈ അമിതമായ വർണ്ണം എങ്ങനെയെങ്കിലും. അപ്പോൾ നമ്മുടെ സമൂഹം മാറും, നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലാനുസൃതമായിട്ടുള്ള
ബോധവൽക്കരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ആ ബോധവൽക്കരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ വിഷാംശം പരിശോധിക്കാൻ കേരളത്തിൽ സംവിധാനമില്ല. അതെ, ഇത്രയും നാളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥരെടുത്ത് ചോദിച്ചത് എന്തുകൊണ്ട്. അപ്പം ഇനി അത് നമ്മൾ അതിർത്തികളിൽ പണ്ടുണ്ടായിരുന്നു ലാബ് ടെസ്റ്റ് ചെയ്തിട്ടേ കൊണ്ടുവരും. പക്ഷേ 2-3 ആഴ്ചക്കുള്ളിൽ അതെടുത്ത് മാറ്റേണ്ടി വന്നു. തമിഴ്നാടിൻ്റെ സമ്മർദ്ദം അത്രയും ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പം അതാണ് നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഇടപെടേണ്ട, സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുക. ഇവിടെ മറ്റൊരു കാര്യം എടുത്ത് ചോദിക്കാനുള്ളത്, ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഇങ്ങനെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് റസൽ ജോയി മലനാട് ടിവിക്ക് തന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞു 140 MLAക്കും ഞാൻ എൻ്റേതായിട്ടുള്ള മെയിൽ അയച്ചിരുന്നു, കത്തയച്ചിരുന്നു. പക്ഷെ ആരും ഇതുവരെ നിയമസഭയിൽ ഒരു സബ്മിഷനായിട്ട് അത് ഉന്നയിച്ചില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നില്ല നിയമസഭയിൽ കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട ഈ സഭയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിൽ ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് എന്നായാലും, ചിലപ്പോൾ ഇത് 1000 വർഷം കഴിഞ്ഞിട്ടായാലും ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടാകാം. ചിലപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറി നിന്ന് വരാം. പക്ഷെ ഒരു പുതിയ ഡാം തന്നെയാണ് അതിലൊരു പോംവഴി എന്ന് വിശ്വസിക്കേണ്ട ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു ടണൽ സിദ്ധാന്തം പറയുന്നുണ്ട്. ഇപ്പം 150 അടി ഹൈറ്റുള്ള ആ ഒരു ഡാമിൻ്റെ 106 അടി ഹൈറ്റിലാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആ സ്പിൽ വേ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. താഴെയുള്ള 100 അടി വെള്ളം ആരും ഉപയോഗിക്കുന്നില്ല. കേരളവും നമ്മുടെ വൈദ്യുതിക്കോ അല്ലെങ്കിൽ ജലസേചനത്തിനോ ഉപയോഗിക്കുന്നില്ല. മുകളിൽ ഓവർഫ്ലോ വരുന്നത്, ഷട്ടറില്ലാത്ത ഒരു ഡാമാണല്ലോ മുല്ലപ്പെരിയാർ. അപ്പോൾ ഓവർഫ്ലോ വരുന്നത് മാത്രമാണ് 2 കരകളിലുള്ള സ്പിൽ വേയിലൂടെ വരുന്നത്. അപ്പോൾ ഇതിന് ഒരു ഉപോത്ബലകമായിട്ടൊരു ഇപ്പോൾ ഒരു ക്യാമ്പയിൻ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ തന്നെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ആലുവയിൽ നിന്ന് സന്തോഷ് പണ്ഡിറ്റ് അടക്കമുള്ള കുറേ സിനിമാ താരങ്ങളൊക്കെ ഒന്ന് പങ്കെടുത്തിരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യം, ഈ ഒരു ടണലിലേക്കുള്ള ആ വെള്ളത്തിൻ്റെ മാർഗ്ഗം കുറച്ചുകൂടെ ഡ്രഡ്ജ് ചെയ്ത് താഴ്ത്തി ഒരു 30 അടി ഹൈറ്റിലേക്ക് എത്തിച്ചാൽ 100 അടി ഹൈറ്റിൽ വെള്ളം കിടന്നാൽ പോലും തമിഴ്നാട്ടിൽ നിന്ന് 4 TMC വെള്ളമാണ് കിട്ടുന്നതെങ്കിൽ ഇരട്ടി വെള്ളം കൊടുക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മെട്രോ മാൻ ശ്രീധരൻ സാർ അടക്കമുള്ളവർ അതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ട് 300 കോടി ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റും. കാരണം പുതിയൊരു ഡാമിന് 5000-ലധികം കോടികൾ വേണം, അല്ലെങ്കിൽ 10,000 കോടി. പിന്നെ അതിന് ഡീകമ്മീഷൻ ചെയ്യുമ്പോഴുണ്ടെന്ന് വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നൊരു ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ ഇതിന് 300 കോടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ടണലിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഡാമിനോ അല്ലെങ്കിൽ പ്രകൃതിക്കോ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഡ്രഡ്ജ് ചെയ്ത് ഇത് താക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ടെക്നിക്കലി ഞാൻ അത്ര ക്വാളിഫൈഡ് അല്ല, ബിക്കോസ് എൻ്റെ ഒരു ഏരിയ അല്ലാത്തതുകൊണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണ് എന്ന് പറഞ്ഞാൽ. അവിടെ ഏതെങ്കിലും തരത്തിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ സമ്മർദ്ദം കൂടും. അപ്പോൾ അത് ചിലപ്പോൾ ഡാമിൻ്റെ ഇപ്പോൾ ഉള്ള ബാലൻസ് കൂട്ടാനേ ഉപകരിക്കുള്ളൂ. കാരണം ഇപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് ആ ചെളിയിൽ എവിടെയെങ്കിലും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫ്ലോ വീണ്ടും അടിയിലേക്ക് ചെന്ന് ഒരു പക്ഷേ അടിത്തട്ട്. അപ്പോൾ അതൊക്കെ പഠിക്കേണ്ട കാര്യം. എനിക്കതിൽ ഞാൻ ടെക്നിക്കൽ ക്വാളിഫൈഡ് അല്ല, അതുകൊണ്ട് ഞാൻ ആധികാരികമല്ല. പക്ഷേ ഇപ്പോൾ തോന്നിയൊരു കാര്യം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ വേടൻ എപ്പോഴും ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഒരു വിഷയങ്ങളിലാണ്. കേരളം ഇപ്പോഴും ഡിജിറ്റൽ യുഗത്തിലാണ്. നമ്മളുടെ സംവരണത്തിൻ്റെയൊക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു. ഒരുപക്ഷെ ഇപ്പോൾ വേണ്ടത് സാമ്പത്തിക സംവരണമാണ് അല്ലേ? ശരിക്കും അടിസ്ഥാന വർഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തേണ്ട ആ കാലഘട്ടം കഴിഞ്ഞു. ദ്രവീഡിയൻസാണ് എല്ലാവരും. നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതീയമായിട്ടുള്ള പേരുകളിൽ മാറ്റി നിർത്തേണ്ട കാലം കഴിഞ്ഞില്ലേ? എല്ലാവരും ദ്രാവിഡൻസ് അല്ല, അതിൽ ആര്യൻസും ഉണ്ട്, മിക്സഡ് ആണ്. പക്ഷെ നമ്മുടെ ചരിത്രം വരുന്നത് ആര്യൻസിൽ നിന്നാണെന്നുള്ള നിർഭാഗ്യം നമ്മൾക്കുണ്ട്. ആര്യൻസിൻ്റെ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ചില പുരാണങ്ങളും അല്ലെങ്കിൽ അതാണ് ബിംബം. ഇപ്പോൾ ഭാരതാംബ എന്ന് പറയുന്ന ഒരു ബിംബം എല്ലാം ആര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദൈവങ്ങളൊക്കെ കളറും കറുത്ത കളറും ഒക്കെ ഞങ്ങൾക്ക് ഇപ്പം ഞാൻ പറയാം അല്ല, ഞാൻ പറയാം, ഞങ്ങൾക്ക് ദൈവങ്ങളുണ്ടായിരുന്നു, കാളിയും അല്ലെങ്കിൽ ചാത്തനും. ആ ദൈവസങ്കല്പം എല്ലാം ഇന്ന് മാറിയില്ലേ? അത് ഹിന്ദുവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ എന്താണ് ദൈവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും കല്ലിനെയും ആരാധിച്ചിരുന്ന വലിയൊരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നു. ആ സമൂഹം എല്ലാം മാറി ഇന്ന് അതിൻ്റെ മുകളിൽ ഒരു ആര്യവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ ദൈവസങ്കല്പം എല്ലാം ഓരോ സമൂഹത്തിനും ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് അവരെന്താണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ വേടൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരാളെയും ഫോൺ അങ്ങോട്ട് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരാളെ വിളിച്ച് അയാളായിട്ട് പരിചയപ്പെടണം എന്ന് വിചാരിച്ച് വേടൻ്റെ നമ്പർ തപ്പിയെടുത്ത് അദ്ദേഹത്തിനെ വിളിച്ചു.
കാരണം അദ്ദേഹത്തിൻ്റെ വരികളിലുള്ള ഒരു സ്പാർക്ക്, അതെ അതെ അതെ, അത് തീർച്ചയായിട്ടും. അത് ആ വരികളിൽ ഭയങ്കര ഒരു രാഷ്ട്രീയമുണ്ട്, അതിലൊരു സംഗീതമുണ്ട്. അതെ അപ്പോൾ അത് ഞാൻ വേടനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെ അത് എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയില്ല. തീർച്ചയായിട്ടും. അല്ല, നമ്മുടെ ചതുർവേദങ്ങളിൽ ഒക്കെ പറയുന്നുണ്ട്, ഋഗ്വേദത്തിലാണെന്ന് തോന്നുന്നു, വർണ്ണം കൊണ്ടല്ല ഒരുവൻ്റെ ജാതി നിർണ്ണയിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്, കർമ്മം കൊണ്ട് അത്രയെന്ന് പറയുന്നുണ്ട്. അല്ല, അതിലെന്തിനാ നമ്മളിപ്പോൾ ഈ ഇത് എടുക്കണതിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ വേദങ്ങൾക്കപ്പുറം അതിന് മുമ്പ് മനുഷ്യനായാൽ മതി. അതിൽ മനുഷ്യത്വം ഇല്ലാതായി മാറുമ്പോഴാണ് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലേക്ക് വേറെ ചിന്തകൾ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ എന്തുകൊണ്ട് പിന്നെ വേടനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, വേടനെ ആക്രമിക്കാൻ നടക്കുന്നവരും വേടനെ പോലെ ആയിരക്കണക്കിന് ആളുകളെ ആക്രമിക്കാൻ വരുമ്പോൾ അവർ നിസ്സഹായരാകുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലും വേണ്ടേ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നായർ മാട്രിമോണി, അല്ലെങ്കിൽ ഈഴവർ നായർ മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, അല്ലെങ്കിൽ മുസ്ലിം മാട്രിമോണി ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഇവിടെ. പിന്നെ വേടൻ പറയുമ്പോൾ മാത്രം എന്തുകൊണ്ടൊരു പ്രശ്നം വരണം? ചില സത്യങ്ങൾ പറയുമ്പോൾ ആ സത്യങ്ങളെ നമ്മൾ അത് പുച്ഛത്തോടെ കാണുകയും അത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് വളരെ പോഷായിട്ട് അവതരിക്കുമ്പോൾ അതിന് നമ്മൾ അപ്രീസിയേഷൻ ചെയ്യേണ്ട. അപ്പം അതൊരു കേരളത്തിലെ ജനതയുടെ ഒരു ഇരട്ടത്താപ്പാണ്. തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, അയ്യങ്കാളി അടക്കമുള്ള പിന്നെ നമ്മളുടെ പൂർവ്വസൂരികൾ, അല്ലെങ്കിൽ ഡോക്ടർ ബി അംബേദ്കർ അടക്കമുള്ളവരെ ബഹുമാനിച്ച ഒരു കാലഘട്ടമുണ്ട്. അവരെ മറക്കുന്നില്ല ഇന്നും സമൂഹം, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞത് പാർശ്വവൽക്കരണം അല്ലെങ്കിൽ ചാതുർവർണ്ണ്യം ഇന്നും ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്, അത് സത്യമാണ്. അത് എല്ലായിടത്തും ഉണ്ട്. ജാതി ഒരു യാഥാർത്ഥ്യം അല്ല, ഈ പറയുന്ന പിന്നെ താഴേക്കടയിൽ മാത്രമല്ല ചാതുർവർണ്ണ്യം ഉള്ളത്, നായന്മാർക്കടയിൽ ചാതുർവർണ്ണ്യമില്ലേ? എല്ലാ സമൂഹത്തിനിടയിലും 2-3 പിരിവുകൾ ചവിട്ടാൻ ഒരാൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജാതി. അതെ 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 അതെ. കാരണം നിങ്ങളുടെ മുകൾ തട്ടിലിരിക്കുന്ന ഒരാൾക്ക് താഴെ തട്ടിൽ ഒരാളെ ചവിട്ടണം. അതെ അതെ. അവിടെ ഇരിക്കുന്ന ചവിട്ടുള്ളവന് താഴെ തട്ടിൽ വേറെ ആളെ ചവിട്ടാൻ ഒരു ജാതി ഉണ്ടാകണം. അതെ. ഇവിടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രകൃതി ദേവത എന്ന് പറഞ്ഞൊരു ബിംബം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ശബരിമല അടക്കമുള്ള ദേവസ്ഥാനങ്ങളിൽ ആരാധിച്ചിരുന്നത് പഴയ കാലത്തെ ആദിമ നിവാസികൾ എന്ന് പറഞ്ഞ ഒരു വർഗ്ഗമാണ്, അല്ലേ? അവരുടെ ആ ആരാധനയിലാണ് ഒരു പക്ഷേ അവിടെ എന്തെങ്കിലും ഈ പവർ, ആ ഒരു പോസിറ്റീവ് പവർ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ഉള്ള സ്ഥാനമാണെന്ന് പിന്നീട് മനുഷ്യൻ കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ട് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയോ ചെയ്തത്. അതാണ് ഓരോ കാലഘട്ടങ്ങളിലും അധിനിവേശം. ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമ്മളെ ചവിട്ടി താഴ്ത്തി, അല്ലെങ്കിൽ അവർ നമ്മളുടെ മേൽ ഇത് ചെയ്തു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ സുംബ ഡാൻസിനെ കുറിച്ച് ഒരു മതവിഭാഗത്തിലെ ചില ആളുകൾ, ചില പുരുഷന്മാർ പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ആ പുരുഷന്മാരുടെ നോട്ടത്തിലല്ലേ പ്രശ്നം എന്നുള്ളതാണ്. എന്തുകൊണ്ട് മറ്റു മതവിഭാഗങ്ങളിലെ ചെറിയ കുട്ടികൾ ഡാൻസ് ചെയ്യുമ്പോൾ ആരും എതിർക്കാത്തത്? അപ്പോൾ ഈ ഡാൻസ് കളിക്കുന്നവർക്ക് ഈ ആ പുരുഷന്മാര് ഈ കുട്ടികളെ നോക്കിക്കാണുന്നതിൽ അവർക്കാണല്ലോ പ്രശ്നം. അപ്പം അത് കാഴ്ചപ്പാടുകളുടെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊന്നും അല്ല ഈ ചർച്ച ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ സമൂഹത്തിൽ വരുന്ന വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഭാരതാംബയുടെ ചിത്രത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതുപോലെ സൂംബ ഡാൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അനാവശ്യമായ ചർച്ചകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ അവിടെ അതിജീവനത്തിനെ കുറിച്ച്, ഒരു സമൂഹത്തിൻ്റെ ഒന്നിച്ചുള്ള, ഇപ്പം ഈ വിഷലിപ്തമായിട്ടുള്ള ഭക്ഷണം വരുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം. പണ്ടൊരു ഇത് പറയുമ്പോൾ ഒരു തമാശ പറയാം. ഈ നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ ബ്രസീലിൽ ഫുട്ബോൾ കാണാൻ പോയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിങ്ങളുടെ നാട്ടിൽ വലിയ പ്രശ്നമാണല്ലേ ഈ ജാതിയും ഒക്കെ റിലീജിയസ് പ്രോബ്ലമുള്ള, നിങ്ങൾക്ക് നാണാവില്ലേ? നിങ്ങൾ ഫുട്ബോളിനെ കുറിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ അടിയുണ്ടാക്കൂ, നിങ്ങൾ തല്ലുണ്ടാക്കും, ഞങ്ങൾ ചെയ്യണ പോലെ, ഇതിനും കൂടെ രസകരമല്ലേ? അപ്പോൾ അങ്ങനെ കരുതുന്ന ആളുകളും ഉണ്ട്. തീർച്ചയായിട്ടും. നമ്മൾ ഇവിടെ ചെയ്യണത് എന്താ, നമുക്കൊരു ഇൻട്രസ്റ്റ്. എപ്പോഴും ആർക്കാണത് ഇൻട്രസ്റ്റ് പാർട്ടീസ് ഉണ്ട്. നിങ്ങൾ തല്ലുണ്ടാക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു വേറെ രാഷ്ട്രീയമല്ല, ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആരാണെന്ന് കണ്ടെത്താതെയാണ് നമ്മളിവിടെ തല്ലുണ്ടാക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിട്ട് അതിജീവന, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് വിഷമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ കഴിക്കുന്ന
ഭക്ഷണത്തിലും കുടിക്കുന്ന ജലത്തിലും മായമില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു സംവിധാനമുള്ള രാജ്യം ഇന്ത്യ മാത്രമാണ് അല്ലേ. ഇപ്പം നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വികസിത രാജ്യമാകാൻ യത്നിക്കുന്നു, വികസ്വര രാജ്യത്തിൽ നിന്നും ഒരു ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. പക്ഷേ മറ്റ് രാജ്യങ്ങൾ എന്തിനു പറയുന്ന അറബ് രാജ്യങ്ങളിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു ഭക്ഷണം വാങ്ങി കഴിച്ചാൽ അതിനകത്ത് വിഷമില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പൊതു ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ നമുക്ക് ശങ്കിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നും നമ്മൾ ഈ കുടിക്കുന്ന വെള്ളത്തിൽ നമുക്ക് pH വാല്യൂ 7 ഉണ്ടെന്നോ കോളിഫോം ബാക്ടീരിയ ഇല്ലെന്നോ ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്ന കേട്ടിട്ടില്ല. ഒരു കാര്യം വെച്ചാൽ പലപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഉദ്യോഗസ്ഥർ അവരെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിനെ മിസ്ലീഡ് ചെയ്യാം. അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് നമ്മുടെ CRZ നിയമങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കി. CRZ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്ന് പറയുന്നത് 3 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അമേരിക്ക അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവരെ ബീച്ചുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ തുടരുന്നത് 3ാം ലോകരാജ്യങ്ങളിലൊന്നും ഇനി ആ ടൂറിസം എന്നുള്ളൊരു സാധനം ഡെവലപ്പ് ചെയ്തിരിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടൊരു ശ്രമമാണ് സത്യത്തിൽ CRZ നിയമങ്ങൾ. അത് ഇൻ്റർനാഷണൽ ട്രീറ്റി വന്നു, നമ്മുടെ രാജ്യത്തിനെ കൊണ്ട് അത് അതിൽ സൈൻ ചെയ്യിപ്പിച്ചു, നമ്മൾ നിയമം ഉണ്ടാക്കി. പക്ഷേ ഇതിൻ്റെ അതാണ് ദീർഘവീക്ഷണത്തോടു കൂടി അല്ലാതെ ഏതെങ്കിലും ട്രീറ്റിയിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യം പുരോഗതിയിൽ നിന്ന് താഴേക്ക് പോകും. അന്ന് ഈ ട്രീറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബീച്ചുകളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം മേഖലകൾ എത്രയോ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ആ പ്രശ്നം നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ഏതൊരു നിയമം നമ്മൾ നടപ്പിലാക്കുമ്പോഴും ആ നിയമത്തിൻ്റെ കോൺസിക്വൻസ് നമുക്ക് അറിയാൻ കഴിയണം. അങ്ങനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഭരണ നേതൃത്വം വലിയ പരാജയമായിരിക്കും. അതെ, ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് നമ്മളുടെ സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ സഹായങ്ങളെക്കുറിച്ചുള്ളൊരു കൈപ്പുസ്തകമുണ്ട്. അത് വാങ്ങി പഠിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് വീട് വയ്ക്കുവാൻ ഗവൺമെൻറ് നൽകുന്ന ഒരു EMS പദ്ധതിയാകട്ടെ മറ്റേതെങ്കിലും പദ്ധതിയാകട്ടെ 4 ലക്ഷം രൂപയാണ് പറയുന്നുള്ളത്. അപ്പം അതിൽ ചില ദുർബല വിഭാഗങ്ങൾക്ക് വസ്തു വാങ്ങി വീട് വയ്ക്കുന്നതിന് 10 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചില ദുർബല വിഭാഗങ്ങളിലെ കർഷകർക്ക് വസ്തു വാങ്ങി കൃഷി ചെയ്യുവാൻ 25 ലക്ഷമൊക്കെ കൊടുക്കുന്നതായിട്ട് അതിനകത്ത് ആ ബുക്കിൽ എഴുതി വെച്ചതായിട്ട് മലനാട് TV പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ SC/ST വേഡർ എന്നൊക്കെ പറയുന്ന അല്ല കുറേ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ തന്നെ സ്ഥലം മേടിക്കാൻ 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ പറഞ്ഞില്ലേ കൈപുസ്തകം 600ഓളം സ്കീമുകളുണ്ട്. ആ സ്കീമുകളെ കുറിച്ചൊന്നും രാഷ്ട്രീയ നേതൃത്വമോ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിവില്ല. അപ്പം ഞാനിപ്പോൾ കുറച്ചൊക്കെ കുറേ പുസ്തകമൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ PRDയുടെ കുറച്ച് പുസ്തകം കൊടുത്ത നമ്മുടെ ആളുകൾക്ക് കുറച്ച് കൊണ്ടുപോയി കൊടുത്തിരുന്നു. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾ ഇപ്പോൾ കുട്ടികൾക്ക് 25 ലക്ഷം രൂപയാണ് വിദേശത്ത് പോയി പഠിക്കാൻ SC/ST കുട്ടികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിലെ 2-3 കുട്ടികൾക്ക് ആ സ്കീം പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 180 കുട്ടികളെ വിദേശത്ത് പോയി ഏകദേശം 50 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ MLA പുലിയാണ്. അല്ല അങ്ങനെയല്ല, നമ്മുടെ സ്കീം ഞാനിങ്ങനെ എൻ്റെ ഒരു മണ്ടത്തരമായിരുന്നു കേട്ടോ. ഇത് MLA മാർക്കൊന്നും അറിയില്ല, ഇവരാരും ഈ പുസ്തകം കണ്ടിട്ടില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പോയപ്പോൾ ഒരൊറ്റ ബുക്ക് ഉണ്ടായിരുന്നില്ല. ആർക്കൈവ് സെക്ഷനിൽ അനക്സിൽ പോയിട്ടാണ് ഞാൻ കളക്ട് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്, സ്കീമുകളെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു ജോലിയും ചെയ്യേണ്ട, കേരളത്തിൽ സുഖമായിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ജീവിക്കാൻ ഒരു സന്നദ്ധ സംഘടനയുടെ ആവശ്യം കേരളത്തിലില്ല. ഇത് ഇംപ്ലിമെന്റേഷൻ കൃത്യമായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുക. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ഞാൻ എല്ലായിടത്തും പറയുന്നത്, നിങ്ങൾ ഈ പാലിയേറ്റീവ് കവർ അവർ സ്വന്തം പോക്കറ്റിൽ നിന്നൊക്കെ പൈസ എന്തിന് 5,000 മുതൽ 3 ലക്ഷം രൂപ വരെ നിങ്ങൾ ചികിത്സാ സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടും. SC/ST വകുപ്പിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ സ്കീമുകളുടെ ബഹളമാണ്. പക്ഷെ കൃത്യമായിട്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു MLA വിചാരിച്ചു കഴിഞ്ഞാൽ പരമാവധി പത്രസമ്മേളനം നടത്താം. അല്ലെങ്കിൽ മലനാട് TV ഇതാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ MLA ഇൻ ഫ്രണ്ട് ഓഫ് MLA. ഇപ്പം അങ്ങ് 2-3 കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ സന്തോഷം. കാരണം നമ്മൾ ആഗ്രഹിച്ചത് അതാണ്. ഇത്തരം ദുർബല വിഭാഗങ്ങൾ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇപ്പം വനിതാ സംവരണം, അതുപോലെ തന്നെ MSMEയുടേതായിട്ടുള്ള ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു വീട് പണിയാൻ നമ്മൾ 4 ലക്ഷം രൂപ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 6 ലക്ഷം രൂപ കൊടുക്കുന്നത്. MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ബസ് സ്റ്റോപ്പ് നമ്മൾ പണിയാൻ ബഡ്ജറ്റ് എടുക്കുമ്പോൾ PWD റേറ്റുകൾ നോക്കുമ്പോൾ 25 ലക്ഷം രൂപ. ഒരു 100 സ്ക്വയർ ഫീറ്റ് പണിയാൻ
അത് PWD റേറ്റ് അങ്ങനെയാണ്. ആളുകൾ വിചാരിക്കും നമ്മൾ ഏതാണ്ട് കുഴപ്പം ചെയ്ത് ഈ പൈസയിൽ നിന്ന് വെട്ടിച്ചു. ഞാനത് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളത് റേറ്റ് ഇപ്പോൾ റിവൈസും വന്നു, റേറ്റ് വീണ്ടും കൂട്ടുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ജനങ്ങളെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് LSTD റേറ്റ് എടുക്കുമ്പോൾ കുറവാണ്. LSTDയിൽ ഈ 25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത്രയും കൂടി ഭംഗിയായിട്ട് ചെയ്യാം. അവരുടെ റേറ്റ് പഞ്ചായത്ത് തലത്തിലുള്ള കോൺട്രാക്ടറാണ്. LSTD എടുക്കുന്ന റേറ്റുകൾ PWD റേറ്റ് കൂടുതലാണ്. അപ്പം നമ്മളിതൊരു ഏകീകരണം ആവശ്യമാണ്. അല്ലെങ്കിൽ ജനങ്ങളെ ഇപ്പുറത്തൊരു റേറ്റ് എടുത്ത് നമ്മളൊരു വീട് പണിക്കുക അല്ലെങ്കിൽ ഒരു ഷെഡ് പണിയുമ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യും. അതേ എമൗണ്ട് വെച്ച് ഇപ്പുറത്ത് വേറൊരു സ്ഥലത്തൊരു ഇത് ചെയ്യുമ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും അവർക്കിതിൻ്റെ സാങ്കേതികത്വം ഒന്നും പൊതുജനങ്ങൾക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഇതായിരുന്നല്ലേ, എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ സത്യത്തിൽ. ഞങ്ങൾ പലപ്പോഴും ചർച്ചകളിലൊക്കെ പറയാറുണ്ട്, ഒരു ഉദാഹരണത്തിന് ഒരു 1,00,000 രൂപ നിങ്ങൾക്ക് അനുവദിച്ചു കഴിഞ്ഞാൽ അതിൽ 18% GST പോകും, 7% നമ്മുടെ ഏജൻസി കമ്മീഷൻ പോകും. അത് ഗവൺമെൻറ് മാൻഡേറ്ററി ആണ്. ബാക്കി വരുന്നത് 75,000 രൂപയാണ്. 75,000 രൂപയിൽ ആ പ്രോഫിറ്റ്, ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് പോകും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 10 to 15% അല്ലെങ്കിൽ 20% പ്രോഫിറ്റ് പോകും. ഫലത്തിൽ പിന്നെ ആ ടെൻഡർ വിളിക്കുന്ന അയാളിപ്പോൾ 1,00,000 രൂപയുടെ വർക്കാണെങ്കിൽ അയാൾ ടെൻഡർ വിളിക്കണത് ചിലപ്പോൾ 85,000 രൂപയ്ക്കായിരിക്കും ലോവസ്റ്റ് ഇതിലെ ടെൻഡർ കൊടുക്കും. ഫലത്തിൽ 1,00,000 രൂപ നമ്മൾ പദ്ധതി വെച്ചാലും 50,000 രൂപയാണ് പദ്ധതിയായിട്ട് അവിടെ എത്തുള്ളൂ. അപ്പോൾ എന്നോട് ഒരിക്കലും ഒരു A ക്ലാസ് കോൺട്രാക്ട് പറഞ്ഞിരുന്നു, ഒരു റോഡിന് വേണ്ടി തുക അനുവദിക്കുമ്പോൾ അതിൻ്റെ അനുവദിച്ച തുകയുടെ 40% പോലും ഞങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? ഇതാണ്. പക്ഷേ പല ആളുകളും വിചാരിക്കേണ്ടത് ഞാൻ വല്ല ബ്രൈബ് കൊടുക്കുക, അങ്ങനെയല്ല. അതിൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഇങ്ങനെ കുറേ തുക നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പദ്ധതി വെക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച തുകയിനേക്കാൾ കൂടുതൽ, ഇപ്പോൾ 1,00,000 രൂപയാണ് പദ്ധതിയെങ്കിൽ നിങ്ങളൊരു 1,50,000 രൂപയുടെയെങ്കിലും പദ്ധതി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് അപ്പോൾ അത് പലപ്പോഴും എന്തായാലും നമ്മുടെ ഈ ചെറിയ സ്പാൻ നമ്മുടെ ചർച്ചക്കിടയിലൊന്നും തീരുന്നല്ല ഈ വിഷയം. എന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കേരളത്തിലെ 140 MLA-മാരുടെ മുന്നിലേക്ക് നമ്മൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം നാളെ മുതലാണ് നോർത്തിലേക്ക് നമ്മൾ പോകുന്നത്. സഞ്ചരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഒരു MLA നമുക്ക് കിട്ടിയപ്പം ഒരു ജസ്റ്റ് പെട്ടെന്നൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ, അങ്ങേക്കും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഒരു ഐഡിയ ഇല്ലാതാണ് നമ്മൾ തുടങ്ങി. പക്ഷേ മലനാട് TV മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് 140 മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്, കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ വിനിയോഗങ്ങൾ അതിന് ലാപ്സാക്കി കളയുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പം പൊതുജനക്ഷേമം, പ്രജാക്ഷേമ തൽപരരായ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിൽ എത്ര പേരെ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്തകളിൽ വേണം ഞങ്ങളുടെ ഈ യാത്രയിലേക്ക് കടന്നു വരുന്നത്. അതിനകത്ത് പ്രധാന അജണ്ട കുടിക്കുന്ന കുടിവെള്ളം ശുദ്ധമായിരിക്കണം, സേഫ് ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറണം. അതിന് ഡിമാൻഡ് ചെയ്യുന്നത് പരമ്പരാഗത നമ്മളുടെ പിന്നെ ക്ലോറിനേഷൻ സംവിധാനമാണ് ഇപ്പോഴും നമ്മുടെ പൊതു വിതരണ ശൃംഖലയിലെ ക്ലോറിനേഷൻ മാത്രമേ ഉള്ളൂ. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇൻഡാലിയം ടാങ്കിൽ നമ്മുടെ നടത്തറ പഞ്ചായത്ത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇൻഡാലിയം ടാങ്കിൽ പൊതു സ്ട്രീമിൽ നിന്ന് ജലം ശേഖരിക്കുകയും അതിനെ ഓസോണൈസർ അടക്കമുള്ള 7 തലത്തിലുള്ള ഫിൽട്രേഷനിലൂടെ വരികയും ഫുഡ് ഗ്രേഡ് പൈപ്പിലൂടെ അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ 7 pH വാല്യൂ നിലനിർത്തുന്ന കുടിവെള്ളം കൊടുക്കുന്നുണ്ട്. വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടിയാണ് അത് നടക്കുന്നത്. അപ്പോൾ അവിടെ ഈ പദ്ധതികളിൽ നമുക്ക് ഫണ്ടില്ല എന്നുള്ളൊരു വിഷയവും അവിടെയില്ല. നടത്തറ പഞ്ചായത്താണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇത്തരം ഒരു വിപണന ശൃംഖല കേരളത്തിലുടനീളം കൊണ്ടുവരാനൊരു ശ്രമം നടത്തണം എന്നുള്ള ഒരു ആഹ്വാനമാണ് മലനാട് TV മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് കോളേജുകളിലൂടെ വരുമ്പോൾ കുട്ടികളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് കേന്ദ്ര പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സുപ്രീം കോടതിക്കും നൽകണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അജണ്ട, ഭക്ഷ്യസുരക്ഷയുള്ളൊരു രാജ്യമാകുക, അതിൽ പ്രത്യേകിച്ച് കുടിവെള്ളത്തിൽ ശുദ്ധത ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ച് ഇപ്പോൾ ഗവൺമെൻറ് മുഖ്യമന്ത്രി തന്നെ ഒരു സ്കീമാണ്, എല്ലാവർക്കും നല്ല ഭക്ഷണം എന്നൊരു സ്കീം ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതിൻ്റെ റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളുകളിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഓഫീസിലും കൃഷി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടി ക്ലബ്ബുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലെ മലനാടൻ TV എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവിൽ ഞാൻ എൻ്റെ ഒരു നിർദ്ദേശം കൂടിയാണെന്ന് പറയും. ഇത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, പൊതുജനങ്ങൾ, അതായത് സ്വന്തം വീട്ടിലെ വേസ്റ്റ്. ഇപ്പോൾ ഈ ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ മാലിന്യം ഇതുവരെ സർക്കാരിൻ്റെ ബാധ്യതയായിരുന്നു. പക്ഷേ ബ്രഹ്മപുരത്ത് ഞങ്ങളെടുത്ത തീരുമാനം സർക്കാരിൻ്റെ ബാധ്യതയല്ല, മാലിന്യം ഉണ്ടാക്കുന്നവരുടെ ബാധ്യതയാണ് അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഉറച്ച തീരുമാനം ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ വ്യവസായ വിപ്ലവം
കേരളത്തിലെ വ്യവസായ വിപ്ലവത്തിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് എന്നെ പഴി കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു തുടങ്ങുന്നത് കുന്നത്താട് നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. ചില വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തി വ്യവസായികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് എടുത്ത നടപടിയാണ്. അത് വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ആ കാര്യത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഓരോ വിഷയത്തിലും നമ്മൾ പ്രശ്നങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. പിന്നെ ഞാനൊരു ചെറിയ കാര്യം കൂടി പറയാം. ഒരു ദിവസം ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് ചോദിച്ചോളാൻ പറഞ്ഞു. അവളെ എൻ്റെ അടുത്ത് ചോദിച്ചത് 2 + 2 എത്രയെന്ന് ചോദിച്ചു. എന്നിട്ട് അവൾ തന്നെ ഉത്തരം പറഞ്ഞു 2 + 2 22, 3 + 3 33. അങ്ങനെയാണെങ്കിൽ 4 + 4 എത്രയെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് എന്നിട്ട് അവൾ ഒരു വാണിംഗ് കൂടി എന്ത് ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് 2 + 2 22, 3 + 3 33, 4 + 4 44 എന്ന് പറഞ്ഞു. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നാണാവില്ലേ, 4 + 4 എത്രയെന്ന് അറിയാൻ പാടില്ലേ, 8 അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, നീയല്ലേ എന്നെ തെറ്റിദ്ധരിപ്പിച്ചത്. അപ്പം അവള് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ അങ്ങനെ പലതും പറയും, നിങ്ങളുടെ ഉത്തരത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ ബോധ്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. എനിക്ക് അത് തന്നെ എല്ലാവരുടെയും പറയാനുള്ളത്. കാരണം ഒരു 3ാം ക്ലാസ്സുകാരി എനിക്ക് പഠിപ്പിച്ച പാഠം, നമ്മുടെ ബോധ്യത്തിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പല ആളുകളും നമ്മളെ വഴിതെറ്റിക്കാനുണ്ടാവും, പല അഡ്വൈസുകൾ തരും, പല തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയും. പക്ഷെ നിങ്ങളുടെ ബോധ്യത്തിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും. എന്തായാലും നമ്മളുടെ ഈ ഒരു അവസാന നിമിഷം അദ്ദേഹം ഒരു കഥയിലൂടെ പറഞ്ഞ ഒരു വലിയ സന്ദേശം, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഉറച്ചു നയിക്കുക. ആ തീരുമാനങ്ങളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ആ തീരുമാനം സമൂഹത്തിന് നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനൊരു ഡിവൈനിറ്റി, ഒരു പ്രകൃതി തന്നെ അല്ലേ, യൂണിവേഴ്സ് അതിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് പൈലോക്കൊലൊക്കെ പറയുന്നത്. ഇനി എന്തായാലും നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മികച്ച MLA-മാരെ, നിയമസഭാ സാമാജികന്മാരെ തേടി മലനാട് TV ഇറങ്ങുന്ന ജനനായകർ പരിപാടിയുടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒരു മികച്ച MLA നമുക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു വലിയ കോൺടെസ്റ്റ് തന്നെയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. 140 പേര് മത്സരിക്കുകയാണ്. അതിൽ ഏറ്റവും മികച്ചതാരെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മലനാട് TVയുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാ പേജിലും ഒക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവകാശമുണ്ട്. എന്തായാലും ശ്രീനിജൻ സാർ, അതിന് അങ്ങ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ദീർഘവീക്ഷണപരതയുള്ള പിന്നെ ഇടപെടലുകളും അങ്ങയുടെ നാടിൻ്റെ വികസനവും ഒരു മോഡലായിട്ട് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. മലനാടൻ TVക്ക് എൻ്റെ പ്രത്യേക നന്ദി. കാരണം ഇത്രയും സമയം നമ്മുടെ പൊതുകാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തനങ്ങളിൽ താല്പര്യത്തിന് പ്രത്യേക അഭിനന്ദനം. You are watching India's first NGO television, Malanad TV India.